അവൻ ഭാര്യയെ ചുംബിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ അവനെ തള്ളിമാറ്റി കാറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും കാറിനുള്ളിൽ അനക്കമൊന്നും കാണാത്തതിനെ തുടർന്ന് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ബോധം കെട്ട് കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ അവൾ ആംബുലൻസ് വിളിച്ചു. ഒരു അടിയേറ്റ് ഭർത്താവിന് ബോധക്ഷയം സംഭവിച്ചതിനെക്കുറിച്ച് നഴ്സ് അവളെ വഴക്കു പറഞ്ഞുവെങ്കിലും അവൾക്ക് ഒട്ടും സങ്കടം തോന്നിയില്ല. മറിച്ച് അവൾ ചിരിക്കുകയും ചെയ്തു. ഒരിക്കൽ അവൾ അവനെ ജീവനതുല്യം സ്നേഹിച്ചിരുന്നു. എന്നാൽ താൻ അവന്റെ ആദ്യ സ്നേഹത്തിന്റെ വെറുമൊരു പകരക്കാരി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആ ബന്ധം അവൾ അവസാനിപ്പിച്ചു. അവൻ നൽകിയ 50 ദശലക്ഷം രൂപയുമായി അവൾ അവിടം വിട്ടുപോയി. പിന്നീട് പൂർണ്ണമായും പുതിയൊരു രൂപത്തിൽ അവൾ തിരിച്ചെത്തി. ഇനി തന്നെ ശല്യം ചെയ്യരുതെന്ന് അവൾ അവനെ കടുപ്പത്തോടെ മുന്നറിയിപ്പ് നൽകി. സഹപ്രവർത്തകരോട് അവൾ താൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടതാണെന്നും അവനൊരു വിചിത്ര സ്വഭാവക്കാരനാണെന്നുമുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. ഇത് കേട്ട് അവന് ദേഷ്യം തോന്നിയെങ്കിലും ഒന്നും പ്രതികരിക്കാനാവാതെ അവൻ നിശബ്ദനായി. സ്നേഹബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ച അവൾ അവൻ നൽകിയ വീട് വിറ്റ് സാമ്പത്തികമായി കൂടുതൽ ശക്തയായി. ഈ സമയത്ത് അവന്റെ പഴയ കാമുകി അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. പിന്നീട് അവൻ വീണ്ടും അവളെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അവൾ തന്റെ ബാഗ് കൊണ്ട് അവനെ അടിച്ചു. ഇനി തന്റെ മുന്നിൽ വരരുതെന്ന് അവൾ കർശനമായി മുന്നറിയിപ്പ് നൽകി. ഇതിനുശേഷം അവൾ ബോക്സിംഗ് പരിശീലനം ആരംഭിച്ചു. തന്റെ ഈ മാറ്റങ്ങൾ ഒരിക്കൽ വീണ്ടും അവനെ അവളിലേക്ക് ആകർഷിക്കുമെന്ന് അവൾ അന്ന് അറിഞ്ഞിരുന്നില്ല.